റെഡി അല്ലേ? പ്രതികാരം തീർക്കാൻ ഞങ്ങൾ റെഡി. 2 വട്ടം നമ്മള് കളിച്ച് 2 വട്ടം തോറ്റ്. കഴിഞ്ഞ തവണ നിങ്ങൾ ഫൈനലിൽ എത്തിയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഫൈനൽ ഞങ്ങൾ ഉണ്ടാവുന്നുള്ളത്. അതാണ് നിങ്ങൾ ജയിച്ചു 2 കളി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ഫൈനലില് ഇതിനൊക്കെ കൂടുതലുള്ള ഞങ്ങൾ തരും. ഒരു കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾക്ക് അവിടെ തന്ത്രങ്ങൾ മെനയാൻ ഒരാളുണ്ട്. അതെനിക്ക് GG ഗൗതം ഗംഭീർ. ഗൗതിന്റെ കുട്ടികളെ ഇറങ്ങണേ പരിപാടി നടക്കൂല. മൂപ്പര് മെന്ററാണ്, കോച്ചാവണ്ടല്ലോ. സകല ക്രെഡിറ്റ് മൂപ്പർക്ക് ഇങ്ങനെ തീരെഴുതി കൊടുക്കും. എന്തുകൊണ്ട്? മൂപ്പര തന്ത്രങ്ങൾക്കനുസരിച്ച് ഒരു തന്ത്രമല്ല, താരങ്ങൾ കളിച്ച് ജയിക്കണം. അത്ര എല്ലാ കാലത്തും മൂപ്പർക്ക് അല്ലെങ്കിൽ ഈ പരിപാടി ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ല. അത് പണ്ട് 2015 തന്നെ മൂപ്പർ നല്ല ഇടങ്ങറായി കളിച്ചതിന് ക്രെഡിറ്റ് ആയിട്ട് ചില ആൾക്കാർ ഒരു 6 അടിച്ചാണ്ട് പോയിട്ടുണ്ട്. മൂപ്പർക്ക് ആ പരിപാടി ഇല്ല. പക്ഷെ 2015 നല്ലോണം വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സമയത്തും കാര്യങ്ങൾ. പക്ഷെ 2011 മുതൽ ഇക്കാലം വരെയും അതേ പറ്റി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് മൂപ്പരാണ്. വേണ്ട, പക്ഷെ മൂപ്പര് കരയും. അത് വേറെ കാര്യം. ഉള്ള കാര്യം പറയുമ്പോ പലർക്കും പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ മുമ്പ് കപ്പ് എടുത്തിരിക്കുന്ന ആരെ കൊണ്ടാ? ഗൗതം ഗംഭീറിനെ കൊണ്ടാ. ഇപ്രാവശ്യം കപ്പ് ഉണ്ടാവും. ഒരു കപ്പ് കൊടുക്കില്ല. SRHന്റെ മുമ്പ് കജുലൈ. അതാണ് വേറെ ഗൗതിയാണ്. ഇത് എന്തെങ്കിലും മനസ്സിലാക്കാത്ത? ഇപ്പൊ ഞാൻ കൊൽക്കത്ത നഗരം കണ്ടുപിടിച്ചത് ഗൗതി എന്ന് പറയില്ല. നിങ്ങൾ ഇങ്ങനെ കൊൽക്കത്ത ടീം ഉണ്ടാക്കി തന്നെ ഗൗതി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. അത് കാരണം അത്ര അഭിമാനിക്കാനുള്ള വക അവിടെ ഉണ്ടാക്കി. കൊൽക്കത്ത ഇസിക്കൽ ടു ഗൗതി. അവിടെ ക്രിക്കറ്റ് തന്നെ കണ്ടുപിടിച്ച ഗൗതി എന്ന് ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾക്ക് അത്രയും വിശ്വാസം മൂപ്പര. എന്ത് വിശ്വാസം? ഇനിയിപ്പോ അത് നിങ്ങൾ പറഞ്ഞിരുന്നാലും മൂപ്പര ഇങ്ങനെ തള്ളി മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചോളി. പക്ഷെ നിങ്ങൾ എത്രത്തോളം മുകൾക്ക് കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അവിടുന്ന് വെക്കുമ്പോൾ ആ ഒരു വീഴ്ച ഉണ്ടല്ലോ, അതിന്റെ വേദന വേറെ കാരണം അതിന്ന് കിട്ടും. SRHന്റെ അതിന്ന് കിട്ടും. ഇത് നിങ്ങളെ ഫാൻസ് ഒന്ന് ഉൾട്ടടിക്കണോ? അതൊക്കെ വെറുതെ. SRH 2 വട്ടങ്ങൾ തോൽപ്പിച്ചു. അതാണ് പറഞ്ഞത്. ഹെഡിന്റെ കുത്തി പറഞ്ഞതിനെ കണക്കുണ്ട്. അതുകൊണ്ട് അത് എന്തോ ഭാഗ്യം കൊണ്ട് അന്നാണ് കിട്ടി. സ്റ്റാർക്കിന് ഇതിനു മുൻപ് കുറെ കിട്ടിയതല്ലേ. ഇന്ന് അതിന് റിവെഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ ഇന്നും അതേ പണി. ഒരു പണിയില്ല. സ്റ്റാർക്കിനെ തച്ചിട്ട് കണ്ടുപടി കൊടുക്കും. സ്റ്റാർക്കിനെ മാത്രല്ല, നിങ്ങളെ പേര് കെട്ട കുറെ ബോളർമാരുണ്ടല്ലോ. വൈഭവ് അറോറ ടോപ്പ് ഓഫ് ദി ഓഫ് ടെമ്പിലറിയും നിങ്ങളെ അഭിഷേക് പോകും കഴിഞ്ഞ് തന്നെ. പിന്നെ മർക്കറവാണ് പിന്നെ എത്തിനാ ചെങ്ങൈനെ കളിപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞേക്കാൻ സമയമായില്ലേ. ത്രിപാഠി, നിതീഷ് റെഡ്ഡി, കമ്മിൻസ് കളിക്കണ്, സമദ് നല്ല ബാറ്റിംഗ് നിര ഞങ്ങൾക്കുണ്ട്. ഈ കളിച്ചവരാരും പിന്നെ ബോളിങ് കഴിഞ്ഞ കളിയില് ഞങ്ങളെ തോൽപ്പിച്ചാൽ കണ്ടില്ലല്ലോ. അതവിടെ പോട്ടെ, അതവിടെ കഴിഞ്ഞു. കഴിഞ്ഞ കളിയില് രാജസ്ഥാനെ ഓലെ ബാറ്റിംഗ് നിരനെ സുന്ദരായിട്ട് ഞങ്ങളെ ബൗളർമാര് പിടിച്ചെടുക്കും. പിന്നെ ബാറ്റ് കമ്മിൻസ് ആണ് അവിടെ തല. അതാണ് വേറെ തലമാരല്ലേ ബാറ്റ് കമ്മിൻസ്. ബാറ്റ് കമ്മിൻസിന് വേൾഡ് കപ്പ് അടിച്ച പരിചയമുണ്ട്. അതുകൊണ്ട് ഈ കപ്പും മൂപ്പരായിട്ട് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഗംഭീറൊന്നല്ല അവിടെ കളിച്ചത്. അത് വേറെ കാര്യം. ഗംഭീർ അവിടെ അങ്ങനെ കരക്കത്ത് ഉത്തർക്കണുള്ളൂ. ഈ പാറ്റ് കമ്മിൻസിന്റെ തന്ത്രം എന്ന് പറഞ്ഞ കളിക്കളത്തിലാണ്. ഗംഭീർ പറഞ്ഞ ബെഞ്ചിൽ ഇരുന്ന് കുറെ അഗ്രഷൻ കാണിക്കുന്നല്ലാതെ അടിച്ചും അഭിഷേക് അടിച്ചോളും, ട്രാവിസറ്റ് അടിച്ചോളും, എല്ലാരും അടിച്ചോളും, ക്ലാസ്സിനെ അടിച്ചോളും. ക്ലാസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഞങ്ങളെക്കായി മുമ്പിലുള്ള എല്ലാം കൊണ്ടും. പേസ് ബൗളിങ് ഞങ്ങൾ ഉസാറ്, ഹർഷിത് റാണി, സ്റ്റാർക്കും, സ്പിന്ന് ചക്രവർത്തിയും നരയണ്ണും. ബാറ്റിംഗിലാണെങ്കിൽ നരയൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അയ്യരുമാരുടെ ഒരു അയ്യര് കളിയാ. ഞങ്ങളെ പിന്നാലെ റസൂൽ എല്ലാരും കൂടി വന്ന് നിർത്തി. ഞങ്ങളെ ബാറ്റ്സ്മാൻമാർ വരെ ബോൾ ചെയ്ത് വിക്കറ്റ് വീഴ്ത്തുന്ന കാലാണ്. ക്യാപ്റ്റൻസിന്റെ മികവാണ്. ഞങ്ങളെ ടീമിന്റെ വർക്കിന്റെ വിജയമാണ്. അത് വേറെ കാര്യം. ഞങ്ങൾ സുഖസുന്ദരായിട്ടും ജയിക്കും. ബാറ്റിങ്ങും തുടങ്ങും, ബോളിങ്ങും തുടങ്ങും, റിവെഞ്ചും തീർക്കും. അതപ്പം ഉണ്ടാവുക. അതൊക്കെ വിചാരിച്ചോടന്നോളി. ഞങ്ങളെ ഗൗതം ഗംഭീർ ഉണ്ടെങ്കിൽ കപ്പ് കൊൽക്കത്തക്ക് തന്നെ.